വെളിപാട് 20-ാം അധ്യായം. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. അവൻ വ്യാളിയെ, പിശാചും സാത്താനുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധിച്ചു. 1000 വർഷം തികയുവോളം ജനതകളെ വഴിതെറ്റിക്കാതിരിക്കാൻ അവനെ പാതാളത്തിലേക്കെറിഞ്ഞ് അവൻ്റെ മേൽ അത് അടച്ച് മുദ്രവച്ചു. തദനന്തരം അല്പസമയത്തേക്ക് അവനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാൻ സിംഹാസനങ്ങൾ കണ്ടു. അവയിൽ ഇരുന്നവർക്ക് വിധികർത്തൃത്വം നൽകപ്പെട്ടിരുന്നു. കൂടാതെ യേശുവിൻ്റെ സാക്ഷ്യത്തെയും ദൈവവചനത്തെയും പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ ആരാധിക്കുകയോ തങ്ങളുടെ നെറ്റിയിലും കയ്യിലും അതിൻ്റെ അടയാളം സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. അവർ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം ക്രിസ്തുവിനോടുകൂടെ ഭരിക്കുകയും ചെയ്തു. മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല. ഇതാണ് ഒന്നാമത്തെ ഉയിർപ്പ്. ഒന്നാമത്തെ ഉയിർപ്പിൽ പങ്കുള്ളവൻ അനുഗ്രഹീതനും പരിശുദ്ധനുമാണ്. ഇവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് ഒരധികാരവുമില്ല. ഇവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കും. ഇവർ അവനോടുകൂടെ 1000 വർഷം ഭരിക്കുകയും ചെയ്യും. എന്നാൽ 1000 വർഷം പൂർത്തിയാകുമ്പോൾ സാത്താൻ അവൻ്റെ തടവറയിൽ നിന്ന് മോചിതനാകും. ഭൂമിയുടെ 4 കോണിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. അവൻ ഗോഗിനെയും മാഗോഗിനെയും യുദ്ധത്തിന് ഒന്നിച്ചുകൂട്ടും. അവരുടെ സംഖ്യ കടലിലെ മണൽത്തരികൾ പോലെ ആയിരിക്കും. അവർ ഭൂതലത്തിൽ കയറി വന്ന് വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനുമുള്ള ഗന്ധകത്തിൻ്റെ അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ അവൻ രാപകൽ എന്നുമെന്നേക്കും പീഡിപ്പിക്കപ്പെടും. വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും ഞാൻ കണ്ടു. അവൻ്റെ മുൻപിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയ്ക്ക് സ്ഥലമേയില്ലാതായി. മരിച്ചവർ, വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവൻ്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന അവരുടെ പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്ന മരിച്ചവരെയും വിട്ടുകൊടുത്തു. ഓരോരുത്തരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മരണവും പാതാളവും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നിത്തടാകം. ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു.